ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ആളുകളിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ അബദ്ധങ്ങളിലേക്ക് ഒരിക്കലും മുസ്ലിമെ നീ പോകാൻ പാടില്ല. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ സദാസമയം കാവൽ തേടിക്കൊണ്ടിരിക്കണം, ജാഗ്രത പാലിക്കുന്നവനായിരിക്കണം. എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുക? അത് സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ആരാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർ? അത് ജൂതനസറാക്കളാണ്, ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന പല വ്യതിയാനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ വ്യതിയാനം? അത് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അത് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കിതാബുൽ ജനായിസിൽ വളരെ കൃത്യമായി കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട് സംഭവിച്ച അബദ്ധം എന്താണ്? അത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് കടന്നു വരിക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിശദീകരിക്കുന്നു കാണാൻ കഴിയും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വഅൻ യുഖദ അലൈഹി വഅൻ യുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വിരോധിക്കുകയാണ്. എന്താണ് വിരോധിച്ചിട്ടുള്ളത്? പ്രവാചകൻ പറഞ്ഞു, ഖബർ കുമ്മായം പൂശാൻ പാടില്ല, അതിന്മേൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, അതിന്മേൽ നിങ്ങൾ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല, എന്നിട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായിക്കൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വീണ്ടും വിശദീകരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ. ജൂതന്മാരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. എന്താണ് ശപിക്കാൻ കാരണം? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രംഗം നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പ്രയാസങ്ങളിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന ആ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ കാര്യം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ശാപത്തിന് കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അതാണ് ശാപത്തിന്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും അയച്ച ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ മരണശേഷം അവരുടെ ഖബറുകളെ അവർ ആരാധിക്കുന്ന മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ജൂത ക്രിസ്ത്യാനികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കാനും അല്ലാഹുവിന്റെ കോപത്തിന് അവർ പാത്രീഭൂതരാകുവാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം.